ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള MG യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് ഡിഗ്രിയും അതേപോലെ തന്നെ PGയും റെഗുലറിന് തുല്യമായ രീതിയിൽ പഠിക്കുവാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിലവിൽ MG യൂണിവേഴ്സിറ്റി PG കോഴ്സുകളായിട്ടുള്ള MCOM അതേപോലെ തന്നെ MBA എന്നീ രണ്ട് കോഴ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഓൺലൈനായിട്ടുള്ള റെഗുലർ മോഡിൽ പഠിക്കുവാനുള്ള ഓപ്ഷൻ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് അപേക്ഷ കൊടുക്കേണ്ടത്, ഈ കോഴ്സിൻ്റെ പ്രത്യേകത ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ആണ്. വിശദമായിട്ട് പോകുന്നതിന് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുത്താം. അപ്പോൾ MG യൂണിവേഴ്സിറ്റിയുടെ ഓൺലൈൻ എഡ്യൂക്കേഷൻ കോഴ്സുമായി ബന്ധപ്പെട്ട് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾ വന്നതിന് ശേഷം നിങ്ങൾക്കിവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള അതായത് ഓൺലൈൻ എഡ്യൂക്കേഷൻ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വിദ്യാർത്ഥികൾക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. അതിന് മുന്നോടിയായിട്ട് ഇവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് പ്രോസ്പെക്ട്സ് അതായത് ഓൺലൈൻ എഡ്യൂക്കേഷൻ്റെ പ്രോസ്പെക്ട്സ് വിദ്യാർത്ഥികൾക്ക് ഡൗൺലോഡ് ചെയ്യുവാനും അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും കൂടി കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിലവിൽ ശ്രദ്ധിക്കേണ്ട കാര്യം MG യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ഏതൊക്കെയാണ് ഓൺലൈനായിട്ടുള്ള കോഴ്സുകളെന്ന് നോക്കാം. അതായത് PG വിഭാഗത്തിൽ ഇപ്പോൾ നിലവിൽ കോഴ്സ് ഓഫേർഡ് ഇപ്പോൾ അതായത് പ്രോഗ്രാം ഇപ്പോൾ വിളിച്ചിട്ടുള്ള കോഴ്സുകൾ അതായത് PG വിഭാഗത്തിൽ MCOM അതേപോലെ MBA ആണ്. ഇനി ഇതേപോലെ MG യൂണിവേഴ്സിറ്റി കീഴിലുള്ള ഈ രീതിയിൽ ഓൺലൈൻ മോഡായിട്ട് വരുന്ന കോഴ്സുകൾ കൃത്യമായിട്ട് അനൗൺസ് ചെയ്യുന്നത് അതായത് BCom, BBA, BCA, MSc സ്റ്റാറ്റിസ്റ്റിക്സ്, MA സോഷ്യോളജി, MA ഇംഗ്ലീഷ്, MA ബിസിനസ് എക്കണോമിക്സ്, MA ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ, MA ഗ്രാഫിക് ഡിസൈൻ, MA ആനിമേഷൻ, MA മൾട്ടിമീഡിയ ഇത്രയും കോഴ്സുകളാണ് ഓൺലൈനായിട്ട് ഈ യൂണിവേഴ്സിറ്റി കീഴിൽ വരുന്നത്. ഇപ്പോൾ നിലവിൽ ഓഫേർഡ് ആയിട്ടുള്ള കോഴ്സുകൾ MCOMും MBA ആണ്. ഇപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഈ രണ്ട് കോഴ്സുകളുടെ ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ 15 വരെ നിലവിൽ അപേക്ഷയുടെ സമയം. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം UGCയുടെ റെഗുലർ കോഴ്സുകൾക്ക് തുല്യമായിട്ടാണ് MG യൂണിവേഴ്സിറ്റി ഈ രീതിയിൽ ഓൺലൈനായിട്ട് പൂർണ്ണമായിട്ടും കോഴ്സ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഓൺലൈനായിട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് അതായത് യൂണിവേഴ്സിറ്റിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കോളേജിലോ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള ഒരു കാര്യത്തിന് പോവാതെ കൃത്യമായിട്ട് വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് ഏറ്റവും മികച്ച അധ്യാപകരുടെ സേവനം നൽകിക്കൊണ്ട് ഓൺലൈനായിട്ട് ക്ലാസ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്തുകൊണ്ടുള്ള പുതിയൊരു സിസ്റ്റമാണ് ഓൺലൈൻ കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഇവിടെ ഇപ്പോൾ ഈ ഒരു കോഴ്സ് MCOM അല്ലെങ്കിൽ MBA കഴിഞ്ഞ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റെഗുലറായിട്ട് പഠിക്കുകയാണെങ്കിൽ അതേ രീതിയിലുള്ള വാല്യൂ ഈ കോഴ്സുകൾക്ക് യൂണിവേഴ്സിറ്റി നൽകുന്നുണ്ട്. അതായത് UGCയുടെ അപ്രൂവലോട് കൂടിയാണ് ഈ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നിലവിൽ നമുക്ക് ഇപ്പോൾ ഓഫേർഡ് ആയിട്ടുള്ള രണ്ട് കോഴ്സുകൾ MCOM, MBA ആണ്. അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും അതായത് BCom അല്ലെങ്കിൽ BBA ഈ പറയുന്ന കേരളത്തിലെ ഏതെങ്കിലും അല്ലെങ്കിൽ കേരളത്തിന് പുറമേയുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്ന് റെഗുലറായിട്ടോ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ആയിട്ടോ വിദ്യാർത്ഥികൾ കഴിയുകയാണെങ്കിൽ അത്തരത്തിലെ കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ ഇപ്പോൾ നിലവിൽ MCOM രണ്ട് കോഴ്സിൻ്റെയും പ്രത്യേകത നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് MCOM ആണ് നോക്കുന്നത്. അപ്പോൾ എനി ഡിഗ്രി അതായത് BCom ഓർ BBA അല്ലെങ്കിൽ BBM എന്നീ കോഴ്സുകൾ മിനിമം 45% പാസ്സായിട്ടുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും MCOM ഓൺലൈനായിട്ടുള്ള ഈ ഒരു കോഴ്സിന് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി SC/ST, OEC, SCBC-കാർക്ക് അതിൽ മാർക്കിലും റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ അതുപോലെ 4 സെമസ്റ്റർ സാധാരണ രീതിയിൽ തന്നെയുള്ള 4 സെമസ്റ്റർ ആയിരിക്കും. ഓരോ സെമസ്റ്ററിലും സബ്ജക്റ്റ് ഉൾപ്പെടെ കൃത്യമായിട്ട് ഈ ഒരു പ്രോസ്പെക്ട്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോർമലായിട്ടുള്ള ഒരു റെഗുലർ അതേ രീതിയിലുള്ള കോഴ്സ് തന്നെയാണ് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് കൊടുക്കുന്നത്. ഇനി അതേപോലെ സെമസ്റ്ററിൻ്റെ ഫീസ് സ്ട്രക്ചർ കൂടി കൊടുത്തിട്ടുണ്ട്. അതായത് ഫീസ് സ്ട്രക്ചർ മനസ്സിലാക്കേണ്ടത് ഒന്നാം സെമസ്റ്ററിൽ ഓരോ സെമസ്റ്ററിനും 4 സെമസ്റ്ററിനും നിങ്ങൾ 20,000 ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ ടോട്ടൽ 80,000 ആണ് ഫീസ് വരുന്നത്. ഇനി അതേപോലെ SC വിഭാഗക്കാർക്ക് 20% കൺസെഷൻ ഉണ്ട്. ഇനി അത് കൂടാതെയുള്ള ആപ്ലിക്കേഷൻ ഫീ ഇവിടെ 1,000 ഉണ്ട്. എക്സാം ഫീസ് 500 പെർ സബ്ജക്റ്റ്, ഫീ ഫോർ പ്രൊജക്റ്റ് 2,000, വൈവ 1,000. അപ്പോൾ നോർമലി വളരെ മിതമായിട്ടുള്ള ഒരു ഫീസ് തന്നെയാണ്. മാത്രമല്ല വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യങ്ങളും ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ വളരെയധികം ഉപകാരപ്പെടുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു കോഴ്സ് വരുന്നത്. അപ്പോൾ MCOMൻ്റെ ഇതാണ് സ്ട്രക്ചർ. ഇനി നമുക്ക് MBA കോഴ്സ് എടുക്കുകയാണെങ്കിൽ MBA കോഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം MBA HRM അതേപോലെ ഫിനാൻസ്, മാർക്കറ്റിംഗ് ഈ 3 സബ്ജക്റ്റുകളിൽ MBA അതായത് 3 ഓപ്ഷൻസിൽ MBA കൊടുക്കുന്നുണ്ട്. അപ്പോൾ MBAയുടെ മിനിമം എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനി ഡിഗ്രി 3 വർഷത്തെ ഡിഗ്രിയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ പുറമേയുള്ള ഔട്ട്സൈഡ് അതല്ലെങ്കിൽ സ്റ്റേറ്റിലെ കേരളത്തിന് പുറമേയുള്ള സ്റ്റേറ്റിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിസ്റ്റൻസ് ആയിട്ടൊക്കെ കഴിഞ്ഞ വിദ്യാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും എലിജിബിലിറ്റി MG യൂണിവേഴ്സിറ്റി ആ കോഴ്സിന് ഈക്വലൻസി കൊടുക്കുന്നതിന് ഉറപ്പ് വരുത്തണം. അതേത് യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ നമ്മൾ ഈക്വലൻസി അതത് യൂണിവേഴ്സിറ്റി കൊടുക്കുകയാണെങ്കിൽ മാത്രമാണ് അതിന് കണ്ടിന്യൂ ആയിട്ട് പഠിക്കാൻ സാധിക്കുള്ളൂ. ഉദാഹരണത്തിന് ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് പുറമേയുള്ള ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി എടുത്തു. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഏതെങ്കിലും കാലിക്കറ്റോ അല്ലെങ്കിൽ MGO ഏത് യൂണിവേഴ്സിറ്റി എടുക്കുകയാണെങ്കിലും ആ യൂണിവേഴ്സിറ്റി നിങ്ങൾ പഠിച്ച യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഈക്വലൻസി ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അതായത് ഡിസ്റ്റൻസ് കോഴ്സുകൾക്ക് മാത്രമാണ് ഈ ഒരു ഇഷ്യൂ ഉള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുറമേ യൂണിവേഴ്സിറ്റി എടുത്തവർ MG യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളുടെ ആ ഡിഗ്രിക്ക് ഈക്വലൻസി ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് PG അതായത് MCOM അല്ലെങ്കിൽ MBA എടുക്കുവാൻ സാധിക്കുള്ളൂ. അപ്പോൾ MBA നിങ്ങൾ 3 വർഷത്തെ ഇനി ഡിഗ്രി ഉള്ളവർക്ക് MBA എടുക്കാൻ സാധിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം നിലവിലൊക്കെ MBA ഏറ്റവും കൂടുതൽ ഒരുപാട് സാധ്യതകളുള്ള കോഴ്സ് തന്നെയാണ് MBA.
അതിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളൊരു കോഴ്സ് തന്നെയാണ് HRM അതേപോലെ തന്നെ ഫിനാൻസും അതേപോലെ മാർക്കറ്റിങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സ് ഓൺലൈനായിട്ട് പഠിക്കുവാൻ സാധിക്കുന്നത് വെച്ചാൽ വലിയൊരു നേട്ടം തന്നെയാണ്. അപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് ക്ലാസ്സിന് പോവാതെ ഓൺലൈനായിട്ട് ഇരുന്ന് പഠിക്കാൻ താല്പര്യപ്പെടുന്നവർക്കൊക്കെ ഈ ഒരു കോഴ്സ് എടുക്കുവാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഈ MBA കോഴ്സിൻ്റെ ഫീസ് സ്ട്രക്ചർ നോക്കാം. അതായത് സെമസ്റ്റർ അതിന് മുന്നായിട്ട് 4 സെമസ്റ്ററാണ്. 4 സെമസ്റ്ററിൻ്റെയും സബ്ജക്റ്റ് ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫീസ് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സെമസ്റ്റർ 25, സെക്കൻഡ് അതായത് 4 സെമസ്റ്ററിലും 25 ആണ്. MCOM 20 ആണ്, ഇവിടെ 25 ആണ്. ഇനി ബാക്കിയുള്ള ഫീസൊക്കെ സെയിം, അതായത് ആപ്ലിക്കേഷൻ ഫീ 1000, എക്സാം ഫീസ് 500, നോർമലായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ എലിജിബിലിറ്റി കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ നോർമലായിട്ട് ഇത്രയും കാര്യങ്ങളാണ് അഡ്മിഷൻ സംബന്ധമായിട്ട് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഈ പറയുന്ന MCOM, അപ്പോൾ നിലവിൽ അപേക്ഷ വിളിച്ചിട്ടുള്ള MCOM MBA ഈ 2 കോഴ്സുകളിൽ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും നിങ്ങളിവിടെ പ്രൊസീഡ്, ഏറ്റവും ബാക്കിലോട്ട് വന്ന് പ്രൊസീഡ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. അതിനുശേഷം വിദ്യാർത്ഥികൾ ഇമെയിൽ, പാസ്വേഡ് ടൈപ്പ് ചെയ്ത് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതിന് അതിന് മുന്നോടിയായിട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. അതിന് നിങ്ങൾക്കിവിടെ രജിസ്റ്റർ എന്നുള്ള ലിങ്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പുതുതായിട്ട് അപേക്ഷ കൊടുക്കുവാൻ വേണ്ടി എല്ലാ വിദ്യാർത്ഥികളും ഇവിടെ നിങ്ങൾക്ക് 1-2 സ്റ്റെപ്പുകൾ ക്ലിയർ ചെയ്യണം. ഒന്നാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ പേഴ്സണലായിട്ട് ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ പേഴ്സണൽ ഡീറ്റെയിൽസ് നിങ്ങൾ നെയിം, SSLC, ഇമെയിൽ, പാസ്വേഡ് ആ രീതിയിൽ ജസ്റ്റ് നിങ്ങൾ ID ക്രിയേറ്റ് ചെയ്യുക. അതിന് മുന്നോടിയായിട്ട് വിദ്യാർത്ഥികൾ നിങ്ങൾ പഠിച്ച യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ പഠിച്ച കോഴ്സിന് അതിന് ഈക്വലൻസി ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് ഹോം പേജിൽ വന്നതിന് ശേഷം ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബിഫോർ അപ്ലൈയിങ് ഫോർ ദി പ്രോഗ്രാം സ്റ്റുഡൻസ് ഷുഡ് എൻഷുർ ദ എലിജിബിലിറ്റി ഓഫ് ദ ഡിഗ്രി പ്രോഗ്രാംസ്. അപ്പോൾ നിങ്ങളുടെ എലിജിബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ലിങ്ക് കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ പഠിച്ച യൂണിവേഴ്സിറ്റി ഏതാണ്. അപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിന് പുറമെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റി ആ യൂണിവേഴ്സിറ്റി ഇവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ കോഴ്സ് ലെവൽ എടുക്കുക, ഏതാണ് കോഴ്സ്, അതിൻ്റെ ഡിസ്റ്റൻസ് ആണോ റെഗുലർ ആണോ അത് സെലക്ട് ചെയ്യുക, സെർച്ച് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ കോഴ്സിന് ഇവിടെ എലിജിബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് കൃത്യമായിട്ട് ഇതിൽ കാണിച്ചു തരും. അപ്പോൾ എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് ആ ഒരു കോഴ്സ് ഈ രീതിയിൽ കൊണ്ടും രജിസ്റ്റർ പേജിൽ വന്ന് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഈ രീതിയിലുള്ള കോഴ്സ് കേരളത്തിൽ ആദ്യമായിട്ട് MG യൂണിവേഴ്സിറ്റി തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ മാത്രമല്ല ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ UGCയുടെ റെഗുലറായിട്ടുള്ള ഒരു ഡിഗ്രി അല്ലെങ്കിൽ റെഗുലറായിട്ടുള്ള PGക്ക് തുല്യമായിട്ടാണ് വരുന്നത്. ഇപ്പോൾ നിലവിൽ കോഴ്സ് ഓഫേർഡ് ആയിട്ടുള്ള MCOM MBA ആണ്. നേരത്തെ പറഞ്ഞ BCom BB ഉൾപ്പെടെയുള്ള കോഴ്സുകളൊക്കെ പ്രോഗ്രാംസിന് ലൈനായിട്ടുണ്ട്. അതൊക്കെ താമസിയാതെ യൂണിവേഴ്സിറ്റി ഭാഗത്ത് നിന്ന് കോൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു സംവിധാനം വിദ്യാർത്ഥികൾ ഉപയോഗപ്പെടുത്തുക. ഇപ്പോൾ വിളിച്ചിട്ടുള്ള MBA അതേപോലെ MCOM നിലവിൽ അഡ്മിഷൻ റെഗുലറായിട്ട് കിട്ടാത്തവർക്കൊക്കെ ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അഡ്മിഷൻ എടുക്കുവാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് കോഴ്സുകൾ പഠിക്കുവാനും നല്ല രീതിയിൽ നല്ല മേഖലയിലോട്ട് നിങ്ങൾക്ക് ജോലി ലഭിക്കുവാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് എഡ്യൂക്കേഷൻ അതേപോലെ ജോബ് സംബന്ധമായിട്ടുള്ള പുതിയ അപ്ഡേറ്റുകൾക്ക് നമ്മുടെ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ മറക്കാതെ എനാബിൾ ചെയ്ത് വെക്കുവാനും ഉറപ്പെടുത്തിക്കൊണ്ട് പരമാവധി ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുവാനും ഉറപ്പെടുത്തിക്കൊണ്ട് പുതിയൊരു എഡ്യൂക്കേഷൻ അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും തൽക്കാലം ഇറ്റ്സ് മീ സവാദ് അലിശ്ശേരി. താങ്ക് യു ഫോർ വാച്ചിങ് this video.